പാമ്പ് കടിയേറ്റാൽ ഇനി ആന്റിവനം തേടി അലയേണ്ട. ആന്റിവനം ലഭ്യമായ ആശുപത്രികളുടെ ലിസ്റ്റ് 108 ആംബുലൻസ് ടീമിന് കൈമാറി ആരോഗ്യവകുപ്പ്. ആംബുലൻസ് വിളിച്ച് അനാവശ്യ ചലനം ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തണം. സംസ്ഥാനത്ത് നിലവിൽ 146 ആശുപത്രികളിൽ ആന്റിവനം ലഭ്യമാണെന്നും ആരോഗ്യവകുപ്പ് അറിയിച്ചു. സുരക്ഷയിലുണ്ട്. സുരക്ഷയിലും പലപ്പോഴും ഈ പാമ്പ് കടിയേറ്റാൽ അത് ഒന്ന് പാമ്പ് കടിയേറ്റതാണെന്ന് സ്ഥിരീകരിക്കാൻ ലഭിക്കുന്ന താമസം, 2 അതിനുശേഷം ആശുപത്രി ആന്റിവനമുള്ള താലൂക്ക് ആശുപത്രികളിലടക്കം എത്തിക്കാനുള്ള ഇത് രണ്ടും ഒഴിവാക്കാൻ തടയാൻ വേണ്ടിയാണോ ഈ നീക്കം? അതിനുവേണ്ടി തന്നെയാണ് ഈ പറഞ്ഞതുപോലെയാണ് പാമ്പ് കടിയേറ്റാലും അതിൽ വ്യാപ്തി സ്വാഭാവികമായി പ്രഥമ ശുശ്രൂഷ വരുന്നതാണ് ഒരു കാര്യം. മറ്റൊന്ന് ഈ ആന്റിവനം ആശുപത്രി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ രോഗികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ആശുപത്രിയിൽ പോയി അവിടെ ആന്റിവനം ഇല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകേണ്ട സ്ഥിതി, അത്തരത്തിലൊരു കാലതാമസം വരുന്നുണ്ട്. അതൊന്നും വേണ്ട, അലയേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് പറയുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു സംവിധാനത്തിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്. അതായത് കനിവ് 108 ആംബുലൻസ് വിളിച്ചാൽ മതി എന്നുള്ളതാണ് നിലവിലത്തെ തീരുമാനം. ഏതെങ്കിലും തരത്തിൽ പാമ്പ് കടിയേറ്റാൽ 108ലേക്ക് വിളിച്ചാൽ മതി. ഉടൻ തന്നെ ഈ കനിവ് ആംബുലൻസ് എത്തും. അവിടെ ഒരു എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഉണ്ടാകും. അവരാണ് പ്രഥമ ശുശ്രൂഷ നൽകുക. ഒപ്പം തന്നെ അവർ തന്നെ ഈ പാമ്പ് കടിയേറ്റയാളുടെ നിരീക്ഷണമെല്ലാം തന്നെ അവർ ഏറ്റെടുത്തുകൊള്ളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, അവർക്ക് കൃത്യമായി എവിടെയൊക്കെയാണ് ആന്റിവനമുള്ള സ്ഥലങ്ങൾ, ആശുപത്രികൾ എന്ന് കൃത്യമായി അറിയാം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖകളെല്ലാം തന്നെ ഈ ഏതൊക്കെ ആശുപത്രികളാണ് എന്നുള്ള ലിസ്റ്റ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സ്റ്റോക്ക് ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചു ചോദിച്ച് ആ ആശുപത്രിയിലേക്ക് പോകാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ആന്റിവനമുള്ള ആശുപത്രിയാണോ എന്നൊന്നും നോക്കി അലയേണ്ടതില്ല. ഈ 108 ആംബുലൻസിലുള്ളവർ തന്നെ നമ്മൾ ആന്റിവനമുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് കൃത്യമായി ഈ സമയം കാലതാമസം വരില്ല എന്നുള്ളത് തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ആളുകൾ ഇങ്ങനെ ശുശ്രൂഷ നൽകുന്നതിലടക്കം വലിയ സംശയങ്ങളുണ്ട്. മുറുക്കി കെട്ടുന്ന സാഹചര്യമുണ്ട്. കാലൊക്കെ അനക്കുകയും മറ്റേതെങ്കിലും വാഹനം വിളിച്ചാൽ കയറിപ്പോകാൻ നടക്കുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ചലനം പൂർണ്ണമായും ഒഴിവാക്കണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് ചലനമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരാൾ വിളിച്ചാൽ, ആംബുലൻസിന് വിളിച്ചാൽ അവിടെ നിന്നാൽ മതി. അവിടെ എത്തിയ ആംബുലൻസ് അവരെ അതേ രീതിയിൽ തന്നെ എങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് അതേ രീതിയിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കുമെന്നുള്ളതാണ്.